എല്ലാവർക്കും സഹയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ് പോകുന്നത്. ഓൺ ദ വേ ആണ്. ഇന്നലെ ലോഞ്ചിലൊക്കെ കിടന്നു, രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായിരുന്നു. അവിടുന്ന് ബസ്സിന് ഞങ്ങൾ നോക്കിയപ്പോൾ അടുത്ത മെട്രോ ഒന്നുമില്ല. രണ്ട് ഓപ്ഷനില്ലേ, ഒന്നെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ബസ്സിന് 30 രൂപയാണ് ഗോൽക്കൊണ്ട ഫോറിൻ്റെ ഫ്രണ്ട് വരെ പറഞ്ഞത്. ഓട്ടോന് 157 റുപ്പീസ്. അപ്പം ഞങ്ങളത് നോക്കിയ സമയത്ത് ബസ്സായിരുന്നു കുറച്ചും കൂടി അഫോർഡബിൾ. ഞങ്ങൾ ബസ്സിന് കയറി. ഗോൽക്കൊണ്ട ഫോറിൻ്റെ മുന്നിൽ നിർത്തുന്ന കണ്ടക്ടർ പറഞ്ഞു. ഞങ്ങൾ കയറി ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനിയും ദൂരമുണ്ട്, അപ്പോൾ അങ്ങോട്ട് നടക്കുമെന്ന്. അതിൻ്റെ ഇടയ്ക്കിൽ ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങളിത് ബസ്സിനകത്ത് ഇരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം കണ്ടക്ടർ പറഞ്ഞു ഇറങ്ങാൻ. അപ്പം നമ്മൾ ചോദിച്ചു ഇവിടെ തന്നെയാണോ എന്ന്. ഇതൊക്കെ നടക്കുമ്പോൾ റോജിനടുത്ത് തന്നെയുണ്ട്. അവർ പുള്ളിക്കാർ 2-3 തവണ പറഞ്ഞു ഇവിടെയാന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെയും വിളിച്ചിട്ട് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പം അവനെ കാണുന്നില്ല. ഫോൺ വിളിച്ച് ചോദിച്ചപ്പം ഇത് ഗോൽക്കൊണ്ടൻ്റെ മുന്നിൽ കൂടെ പോകുന്നതായിട്ട് മാപ്പിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ബസ്സിൽ തന്നെ ഇരുന്നു. ഇനിയിപ്പോൾ എവിടെയോ ഇറങ്ങിയിട്ടുണ്ട്, അവനെ തപ്പി നടക്കും. ഈ സംഭവം എല്ലാം നടക്കുന്നത് അവൻ്റെ ചുറ്റുവട്ടത്താണ്. ഇതൊന്നും ആശാൻ അറിഞ്ഞിട്ടേ ഇല്ല. മനസ്സിലായില്ലേ ഞങ്ങൾ അവനെ വെറുതെ അല്ലേ ഡിസോറിയൻ്റെ അടുത്ത് വിളിക്കുന്നത്. ഇത് മൊത്തം നടന്നിട്ട് അവൻ ഇതതിൻ്റെ മുന്നിൽ കൂടിയല്ലേ പോകുന്നത്, മാപ്പിൽ കാണിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും അവൻ അറിഞ്ഞില്ല. ഞങ്ങൾ അവന് കണ്ണും മേടിച്ച് കേൾക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. ഉറങ്ങിപ്പോണ്ട ചോദിച്ചിട്ട് ഇതൊന്നും അവനെ അറിഞ്ഞിട്ടില്ല. ഇനി പോയി അവനെയും തപ്പി പിടിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്നലെ മുതൽ ശ്രമിക്കുന്നുണ്ടല്ലോ ഡിസോറിന്റെ എല്ലാം തെളിയിക്കാൻ വേണ്ടിട്ട്. പിന്നെ അതാണ് ബസ് സ്റ്റോപ്പ്. ഒയ്യോ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതി. ഒയ്യോ, ഞാൻ ബസ്സിന് വന്നു. ഗായ്സ്, അതാണ് കാണുന്നതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്സ്. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ട് എത്തി. ഇനി ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. അവിടെ പോകണം. ഇവിടെ ഒരു ചെറിയ ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ക്യാമറാസ് അതൊന്നും അവർ കടത്തിവിടുന്നില്ല. പിന്നെ നമ്മളെ മൊബൈൽ ഫോണാണല്ലോ. ഞാൻ ക്യാമറ അന്ന് മറ്റേ വലിയ ബാഗിലേക്ക് മാറ്റിയായിരുന്നു. ഒരു എക്കോ പോയിന്റ് ആണ്. ആ മുകളിലത്തെ നിങ്ങൾ സെൻറ്റർ പോയിന്റ് ഉണ്ടോ, അതിൻ്റെ നേരെ താഴെ നിന്ന് കൈ കൊട്ടുമ്പോൾ നല്ല എക്കോ അടിക്കുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പം തന്നെ ഒരു ടൂറിസ്റ്റ് മാപ്പ് ആൻഡ് ഗൈഡ് ഒക്കെ വെക്കുന്നുണ്ട്. 50 രൂപയാണ് പറഞ്ഞത്. 10 രൂപ 20 രൂപയൊക്കെ ആണെങ്കിൽ വാങ്ങാം. 50 രൂപക്കൊക്കെ അത് ഭയങ്കര നഷ്ടമാണ്. ഗൂഗിളിൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ സമയത്ത്. ഈ ഗോൽക്കൊണ്ടൻ്റെ ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഗൊല്ലാക്കൊണ്ട എന്നുള്ള തെലുങ്ക് വേർഡിൽ നിന്നാണ് ഗോൽക്കൊണ്ട എന്നുള്ള വേർഡ് ഉണ്ടായത്. ഇത് ശരിക്ക് കാകതിയാസിൻ്റെ ആയിരുന്നു. അവരുടെ നിന്ന് ബഹാമനീസ് 1363 കൈയടക്കിയതാണ്. ബാക്കിയുള്ള ഹിസ്റ്ററീസൊക്കെ ഇവിടെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം. മോർച്ചറി ബാത്ത്, അതായത് റോയൽ ഫാമിലിയിലെ ഏതെങ്കിലും മെമ്പേഴ്സ് മരിച്ചു പോയാൽ ഇവിടെ വെച്ചിട്ടാണ് അവരെ അടക്കം ചെയ്തതിന് മുന്നേ ഫൈനലായിട്ട് കുളിപ്പിക്കുന്നത്. അവർ ആചാരപ്രകാരം കുളിപ്പിക്കുന്ന ഏരിയയാണിത്. ഇത് അസ്ല ഖാന, അതായത് പണ്ടത്തെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അവിടെ എന്താ ഒരു മോണുമെന്റിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അവന്മാർ എല്ലാത്തിൻ്റെയും മുകളിലേക്ക് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ആയുധപ്പുര ടെക്നിക്കലി അതാണ്. എത്ര ഏക്കർ കണക്കിന് കോട്ടയാണ് ഇത്. രാവിലെ വന്നാലും വൈകുന്നേരം വരെ കാണാനുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്.
അതിൽ ആ റോജൻ നമ്മളെ പരുതിക്കൊണ്ട് നിൽക്കുക നമ്മളെവിടെയാണെന്ന്. ഹായ് പറയൂ തൊപ്പിക്കാരി. ഹായ് പറയൂ. പുച്ഛം. ഹായ്. ബ്രോന്റെ പേരെന്താ? പേരെന്താ? ശ്രീരാം. ചേച്ചിയുടെ പേര് പറയാം. മനീഷ. ഇനി നേരെ ഇവിടുന്ന് അങ്ങോട്ടേക്കാ? ബാംഗ്ലൂർ. ഓക്കെ ശരി. ബൈ ടാറ്റാ. ഗായ്സ് ഞങ്ങൾ പിന്നെയും മലയാളികൾ കണ്ടു. ഇവിടെ മൊത്തം മലയാളികൾ കേട്ടോ. ഞങ്ങൾ എവിടെ പോയാലും ഫുൾ മലയാളികളാണ്. കാണുന്നതാണ് ദർബാർ ഹാള്. അങ്ങോട്ടേക്ക് ഇപ്പം എൻട്രി ഇല്ല, ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടേ ഇല്ല. ഇടനാഴി കാണുന്നുണ്ട്. ഇതിലൂടെ ഞാൻ പോകുമെന്നറിയില്ല, എന്നാലും അവിടെ ഉള്ളിൽ എഴുതിയതൊക്കെ കാണുന്നുണ്ട്. അപ്പം പിന്നെ എന്തായാലും ഒന്ന് പോകാൻ പറ്റുമോ നോക്കാം. പോകാൻ പറ്റും ഗൈസ്. ഇത് സംഭവം ഒരു എക്കോ പോയിന്റ് ആണ്. നമ്മളിവിടുന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പ് വരെ കേൾക്കുന്ന പറയുന്നത്. നോക്കാം. നല്ല എക്കോ ഉണ്ട് കേട്ടോ. വേഗം സ്കൂട്ടാണ്. ഇത്രയും വലിയൊരു കോട്ടയിൽ ഇത്രയും ആൾക്കാരുണ്ടാവുന്ന സ്ഥലത്ത് വഴി തെറ്റി വളഞ്ഞ് അലമ്പാവാൻ നമ്മളെ കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ. ഞങ്ങൾ പുതിയ പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതുകൊണ്ട് എന്താ നമ്മൾ നോ എൻട്രി എന്ന് വെച്ച ബോർഡിന്റെ പുറകിൽ കൂടെ വന്നിട്ട് മെയിൻ സ്ഥലത്തെത്തി. മനസ്സിലായോ? ഇതിലേ കയറിയാലല്ലേ പ്രശ്നമുള്ളൂ. കോഴിക്കൂടെ വന്നിട്ട് നമ്മൾ തുടങ്ങിയ സ്ഥലത്തെത്തി. ഇനി നമ്മൾ ബാക്കി അത്രയും ദൂരം നടന്നവിടെ എത്തണം. എല്ലാരും പോണ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കണ്ടിട്ടില്ല ആ നോ എൻട്രീന്റെ അപ്പുറത്ത് എന്താണെന്ന്. പക്ഷെ നമ്മൾ കണ്ടു. നടന്ന് ഇവിടെ എത്തി. ഇനിയും മുകളിൽ കയറാണ്ട്. ആക്ച്വലി ഇത് ദർബാർ ഹാളാണ്. അപ്പോൾ ഇത് 2 സ്റ്റോറീസ് ആണ്. മുകളിലും താഴെയും രണ്ടും ദർബാർ ഹാൾ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തെ സിറ്റിയിലേക്കുള്ള വ്യൂ അതൊന്ന് കാണണം.
കോട്ട ഇവിടെ വരെ മാത്രമല്ല, നിങ്ങൾ ഈ കാണുന്ന ഇതുവരെ മാത്രമല്ല, നിങ്ങൾ സൂക്ഷിച്ചൊക്കെ കാണാൻ പറ്റും. ഉണ്ടോ? അതൊക്കെ ഈ കോട്ടയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ നേരത്തെ താഴെ ഫുള്ള് ചുറ്റിക്കളിച്ച് വഴിയൊക്കെ തെറ്റി നടന്ന സ്ഥലം. വോയിസ് എത്രത്തോളം കിട്ടുന്ന അറിയില്ല. ഇവിടെ നല്ല കാറ്റുണ്ട്. നട്ടുച്ച 12 മണി കഴിഞ്ഞു. പക്ഷെ നല്ല അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ തിരിച്ചു പോകാൻ വേണ്ടി പോകുന്നു. ഇവിടെ നേരെ നമുക്ക് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ പിടിക്കണം. 5 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ആദ്യം പോയാൽ ജനറൽ ക്ലാസ്സാണ്, ആദ്യം പോയാൽ സീറ്റ് കിട്ടും. അതും വേണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇന്ന് രാത്രി ഒന്നും ഉണ്ടാവില്ല മിക്കവാറും. ഗൈസ് അപ്പോൾ ഇന്നിപ്പോൾ രാത്രി എന്തായാലും ഒന്നും കഴിക്കാൻ ചാൻസ് ഇല്ല ട്രെയിനിലായതുകൊണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് കലപ്പേ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് ചോദിച്ചപ്പം ഇവിടെ പറഞ്ഞു ഒരു ഹാഫ് ബിരിയാണി 90 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അത് കഴിച്ചു നോക്കട്ടെ. എന്തായാലും അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല, വയറ് നിറയുന്നത് മാത്രമേ ഉള്ളൂ. 90 പീസിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. എന്താ എനിക്കിഷ്ടമായി. എനിക്കിഷ്ടമായി. എനിക്ക് ലെഗ് പീസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പൊളിയാട്ടോ. ഇന്നലെ കഴിച്ച ബിരിയാണിനേക്കാൾ കൂടുതൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. റോജൻ സാർ എവിടെ? കച്ചമ്പർ എവിടെ? കച്ചമ്പറല്ല, ഇത് 3000ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നിനക്ക് അല്ലേ? ആ കൊള്ളാം. ഇന്നലത്തേനേക്കാൾ കൊള്ളാം. അപ്പോൾ ഇന്നലെ 310 രൂപക്ക് കഴിച്ചത് അത് കുഴപ്പമൊന്നും കുറ്റം പറയണമെന്നില്ല, പക്ഷെ അതിനേക്കാൾ ഇത് കൊള്ളാം. എന്തായാലും അത് പറയാൻ പറ്റും. ലൈക്ക് ആ ഒരു ഇന്നത്തെ ചോറിൽ അതിങ്ങനെ ഓരോ ഇത് കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യും. മറ്റേ ഈ പട്ടേൻ്റെ ഗ്രാമ്പിൻ്റെ ഒക്കെ ചൊവ്വയില്ല സ്പൈസസ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. പക്ഷേ ഇതങ്ങനല്ല, ഇത് കുറച്ചുകൂടെ ഒരു മലബാറി ടേസ്റ്റ്, നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഗോൽക്കൊണ്ട ഫോർട്ട് അവിടെ നമ്മൾ ഈ പ്രിൻസ് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഫുഡ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഇന്നലെ ഞങ്ങൾ ആ ഫേമസ് എന്ന് പറഞ്ഞ് കഴിച്ച ഹൈദരാബാദി ബിരിയാണിനേക്കാൾ ഫാർ ബെറ്റർ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റാഫിൻ്റെ പെരുമാറ്റം അത്ര നല്ലതല്ല. ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്. മീൻസ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ല് 270 ആയ നമ്മൾ അത്രയും ചോദിച്ചില്ല. 270 ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കിൽ എന്ത് നമ്മൾ ആട്ടിപ്പായിക്കുന്ന പോലെയൊക്കെയാണ് പുള്ളിക്കാരൻ പെരുമാറുന്നത്. അപ്പം അത് മാത്രമേ കുറ്റം പറയാനുള്ളൂ. ബാക്കി ഫുഡൊക്കെ എന്തായാലും പൊളിയായിരുന്നു. ഇത് കച്ചമ്പർ ഉണ്ടായിട്ടില്ല, സംഭാരമാണ് ഉണ്ടായിരുന്നത്, മോരാണ് ഉണ്ടായത്. അത് അപ്പം ഞങ്ങൾ നേരെ ഗ്ലാസ്സിലേക്ക് കുടിച്ചു. ഗൈസ് അപ്പം ട്രെയിനിന് സമയമായി. അപ്പം ഇനിയും റോജൻ അതിബുദ്ധി കാണിച്ച് ബസ്സിൽ ഇരുന്ന് അവസാനം വരെ ഇറങ്ങാതിരിക്കാതിരിക്കാൻ ഞങ്ങൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്തു. ഞങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ നേരത്തെ ഇറങ്ങിയേക്കാൾ. ഞാൻ റോജൻ ബുദ്ധിമാനായതുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടി അധികം സമയം അവൻ ആ ബസ്സിൽ ഇരുന്ന് കണ്ടിട്ടാലേ ഇറക്കി വിടലായിരിക്കും. അപ്പം ഞങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ നടുക്കി വരുത്തി. ഇനി അഥവാ മീൻസ് നമ്മൾ രണ്ടുപേരും ഇറങ്ങിയിട്ട് ആ പുള്ളിക്കാരൻ ഈ ഓട്ടോയിൽ ഇങ്ങനെ ഇരിക്കാൻ ഇതൊക്കെ കോട്ടയുടെ ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സഹയാത്രികർ.